സംസ്ഥാന കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്താണ്. കാലികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെയുള്ള അവലോകനവും പിന്നെ ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ അതിലേക്കുള്ള മുന്നൊരുക്ക സംബന്ധമായുള്ള കാര്യങ്ങൾ അതിനൊക്കെ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഭീഷണമായ രീതിയിലുള്ള SARൻ്റെ വിഷയമുണ്ട്. നിരവധി ആളുകൾക്ക് വോട്ടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം, അതായത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ ചേർക്കാനുള്ള നടപടികൾ അതുമായിട്ട് മുന്നോട്ട് പോവുക, അതിനുവേണ്ടി കീഴ്ഘടകങ്ങൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടുന്നത്. SAR ഒരു വലിയ ഇഷ്യൂ ആയി മാറുമ്പോൾ ഗവൺമെൻറ് FIRൻ്റെ പിന്നിലാണ്. ഇവിടെ SAR ആണിപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ വളരെയേറെ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. അപ്പോൾ അതിനെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളും സർക്കാരിൻ്റെ തലത്തിൽ തന്നെ ഉണ്ടാകണം എന്നുകൂടി ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. FIRന് പിന്തുണ അല്ല തങ്ങൾ പറഞ്ഞത്. SAR നോക്കേണ്ട സമയത്ത് FIR കൃത്യമായിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ആ FIR കൃത്രിമമാണ് എന്നുള്ളത് വന്നു കഴിഞ്ഞു. അപ്പോൾ FIR ഇല്ല, വാസ്തവത്തിൽ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇപ്പോഴത്തെ പ്രയോറിറ്റി ഇന്ത്യ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ SIR ആണ്. ഞങ്ങൾ ഇന്നത് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇലക്ഷൻ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇന്നലെ വിജയപേരി പരിപാടിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഏറ്റവും മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയാണ്, ഇത് ക്രമാനുഗതമായ വളർച്ച കൈവരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുണ്ടായി. അതിന് സംസ്ഥാന അധ്യക്ഷൻ ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ മീഡിയയും ചോദിച്ചപ്പോൾ ആവർത്തിച്ച് സംസ്ഥാന പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ലീഗിന് അർഹതയുണ്ട്, അതൊക്കെ മുന്നണിക്കകത്ത് സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അർഹതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല, അത് അവകാശവാദമായി ഉന്നയിക്കുമെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളൊരു വഴക്കിനും വരുന്നിടുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ ചർച്ച നടക്കട്ടെ, എന്നിട്ട് ഇതിൻ്റെ തീരുമാനം പിന്നെ അവസാനം ഞങ്ങൾ പറയും.